ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ ബഹ്റൈനിലേക്ക് പോകുന്ന വീഡിയോ കേട്ടോ. ഈ ഒരു വീഡിയോ ഇപ്പൊ 2 മാസം എൻ്റെ ഫോണിൽ ഇങ്ങനെ കിടക്കുക. കാരണം എനിക്കിത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ പണ്ടങ്ങനെ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് സൗണ്ട് കൊടുക്കാനൊക്കെ പറ്റുന്നില്ല. എന്തോ വിഷമാണോ സന്തോഷമാണോ സങ്കടമാണോ അറിയില്ല. അങ്ങനെ ഈ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 12 മണി 12:30 ആ റേഞ്ച് ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മന്റെ ഫ്ലൈറ്റ് വരുന്നത് ഈവനിങ് ആണ്. അങ്ങനെ ഞങ്ങൾ എന്താക്കി, ഞങ്ങൾ നേരെ പോയതെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഹോട്ടൽ ഹൈവേ എന്ന് പറയുന്ന ഒരു നോർമൽ ഒരു ഷോപ്പിലാണ് കയറിയത്. പക്ഷെ അവിടുത്തെ ഫുഡ് എടുത്ത് പറയണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ആക്കിയെന്ന് വെച്ചാൽ കൂന്തൽ ഫ്രൈയും അതേപോലെ തന്നെ ഞണ്ട് ഫ്രൈ ആയിരുന്നു. കൂന്തൽ ഫ്രൈ ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. മസ്റ്റ് ഫ്രൈ ആയിട്ടായിരുന്നു. അങ്ങനെ ഞണ്ട് ഫ്രൈ ഓക്കെ അത്രയും മാത്രമേ ഉള്ളൂ. നല്ല എരിവൊക്കെ ഉള്ളതുകൊണ്ട് മക്കൾക്കത് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഫുള്ള് ഞാൻ തന്നെ കഴിച്ചു. അങ്ങനെ കൂന്തൽ ഫ്രൈ പിന്നെ അടിയായിരുന്നു. അതിന് വേണ്ടിയിട്ട് അത്രയും ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അതും കഴിച്ചു. പിന്നെ ലാസ്റ്റായിട്ട് അതിൻ്റെ കൂടെ ഒരു പായസം വരും, വേറെ ലെവല് പായസം, ഒരു രക്ഷയില്ല. ഇതൊക്കെ കോഴിക്കോടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ടാണെന്നാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ വണ്ടിയിൽ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കസിനായിരുന്നു. ഒരു ഡ്രൈവറാണ്. അപ്പോൾ അവര് സജസ്റ്റ് ചെയ്തൊരു ഹോട്ടലായിരുന്നു. ഫസ്റ്റിൽ തന്നെ നമ്മുടെ മൈൻഡൊക്കെ മന്തി കഴിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തപ്പം അവർ ഈ ഒരു ഓപ്ഷൻ ഇട്ടിറങ്ങാൻ ഫസ്റ്റ് ഒന്ന് സൈഡായെങ്കിലും ഒരു രക്ഷയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിച്ചാൽ പിന്നെ അധികം കാറിൽ നമുക്ക് ഓടാൻ പറ്റത്തില്ല. അങ്ങനെ എന്താക്കി, ഐസാന്റെ വക കലാപരിപാടികളൊക്കെ തുടങ്ങി. അവളെ ഛർദിയും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഗ്ലാസ് നമുക്ക് കയറ്റിയിടാൻ പറ്റില്ല, കാരണം ഈ ഒരു എ സിന്റെ സ്മെല്ലൊക്കെ അടിക്കുന്ന സമയത്ത് കൂടുതലാണ്. അങ്ങനെ ഫുള്ള് പിന്നെ ഗ്ലാസ് താത്തിയിടേണ്ട അവസ്ഥ വന്നു. അങ്ങനെ താത്തിയിട്ട് നോക്കുമ്പോൾ ഭയങ്കര വെയിൽ. അങ്ങനെ ഞങ്ങൾ എന്താക്കി, കാലിക്കറ്റ് എത്തി. അവിടെ നിന്ന് പിന്നെ കുറച്ച് ദൂരെ പോകേണ്ട വന്നിട്ടുള്ളൂ എയർപോർട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ മുമ്പിലെത്തി. അവിടുന്ന് പിന്നെ ഞങ്ങൾ അവിടെ എത്തിച്ചെന്നിട്ട് പോയി. നല്ല രസമാണ് കേട്ടോ, എത്ര പറഞ്ഞാലും വർണ്ണിച്ചാലും മതിയാവാത്തൊരു അടിപൊളിയാണ് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഈ ഒരു ഫ്രണ്ട് വ്യൂ ഒക്കെ നല്ല ഭംഗിയാണ് വീഡിയോയിലൊക്കെ എടുക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ എന്താക്കി, അവിടെ എത്തി. അവിടുന്ന് പിന്നെ പെട്ടെന്ന് എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഉമ്മകാരി. അപ്പയാണ് എൻ്റെ മൈൻഡൊക്കെ പോയത്. കാരണം അത്രയും സമയം പാട്ടുപാടി ആഘോഷിച്ചിരുന്ന എനിക്ക് പെട്ടെന്ന് ഇവിടുന്ന് ആ ഒരു വിഷമവും സങ്കടവും കരച്ചിലൊക്കെ വന്ന് കഴിഞ്ഞിട്ടില്ല. പിന്നെ അവിടെ അങ്ങ് സ്റ്റോപ്പായി. അങ്ങനെ ഉമ്മ പോയി. കുറച്ച് സമയം അവിടെ ഇരുന്ന് കരഞ്ഞു. ഞങ്ങളിങ്ങ് പോന്നു. അപ്പം എന്താണെന്നറിയില്ല, ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇത്രയും ഡിലേ ആയത്. ഞാൻ പറഞ്ഞ 2 മാസത്തോളായി എൻ്റെ ഫോണിൽ ഇതിങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കാം. അപ്പോ അങ്ങനെ ഉമ്മ പോയി. അപ്പോഴാണ് നമ്മള് കണ്ണില്ലെങ്കിലേ കണ്ണിന്റെ വില മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയില്ലേ. അപ്പൊ പ്രത്യേകിച്ച് പിന്നെ നമ്മളെ മുമ്പിൽ നോമ്പൊക്കെ അതിനും നല്ലൊരു വിഷമാണ്. നമുക്ക് എന്താ പറയാ, പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തൊരു വിഷമാണ്. അതെന്റെ മാത്രം വിഷമല്ല കേട്ടോ, എന്റെ ഐസുവിന്റെ ഒക്കെ മൂക്കും നല്ലോണം നോക്കിയാൽ മനസ്സിലാവും. മൂക്കൊക്കെ ഭയങ്കര എന്താ പറയാ ഒരു വിഷമാണ്. അങ്ങനെ ഞങ്ങൾ എന്താക്കി, കുറച്ച് സമയം അവിടെ സങ്കടപ്പെട്ടിരുന്നു. ഞങ്ങളിങ്ങി പോന്നു. അപ്പൊ ഓക്കെ ബൈ. പിന്നീടുള്ള ദിവസങ്ങള് ഐസ ഇങ്ങനെ കയ്യിലെണ്ണി കുത്തിരിക്കുക. അമ്മ വരുന്ന ഡേറ്റും കാത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെ വിഷമം മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്താക്കി, അവിടെ നിന്ന് ഓരോ ലേസൊക്കെ കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു വെറൈറ്റി കാഴ്ച കണ്ടത്. എന്താന്ന് വെച്ചാൽ ഒരു ക്ലീനിങ് മെഷീൻ, ഒരു അവിടുത്തെ ഒരു സ്റ്റാഫ് ഇങ്ങനെ എന്താ പറയാ ഫുള്ളായിട്ട് ഒരു ബൈക്കുമ്പോൾ ഇരുന്നിട്ട് ഇങ്ങനെ പോകുന്ന പോലെ നല്ല സൂപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നു. അങ്ങനെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയാലോ എന്നാലോചിച്ച ആ ഒരു സംഭവം നല്ല രസമുണ്ട് അത് കാണാൻ. അങ്ങനെ കുറെ സമയം ഐസ് ഒഴിച്ചു, ഓരോ വയ്യന്നെ ഇങ്ങനെ നടന്നു, ഓരോട് ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്ത്. അങ്ങനെ ഞങ്ങൾ എന്താക്കി, ഞങ്ങളിങ്ങി പോന്നു. അപ്പൊ ഓക്കെ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.